Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് ആണ് നമ്മുടെ മുമ്പിൽ നെക്സ്റ്റ് വരാനുള്ളത്. സോ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ്. ദെൻ അതിനുശേഷം ഉറപ്പായും ഓരോ പാർട്ടിലും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ നമുക്ക് 4 സെമസ്റ്ററിൽ 5 സബ്ജക്ട്സ് ആണ് വരുന്നത്. 2 പ്രോബ്ലം പേപ്പേഴ്സ്, കോസ്റ്റ് അക്കൗണ്ടിങ് നമ്പർ 1, നമ്പർ 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇതാണ് BCom സ്റ്റുഡൻസിന് വരുന്ന 2 പ്രോബ്ലം പേപ്പേഴ്സ്. ബാക്കി 3 തിയറി പേപ്പേഴ്സ് ആണ്. സോ ഇതിൽ ആദ്യത്തെ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏതൊക്കെയാണ് എസ് ചാപ്റ്റേഴ്സ്, ദെൻ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് പഠിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ ആദ്യം പറയാനുള്ളൊരു കാര്യം, എല്ലാ പ്രാവശ്യവും ലാസ്റ്റ് 3 വർഷമായിട്ട് 5 പേപ്പേഴ്സിൽ ഈ ഒരു പേപ്പറാണ് പലപ്പോഴും ഏറ്റവും ടഫസ്റ്റ് പേപ്പറായിട്ട് കണ്ടുവരുന്നത്. ബാക്കി 4 പേപ്പറും വലിയ കുഴപ്പമില്ലാണ്ട് കുട്ടികൾക്ക് എഴുതി പോകാൻ സാധിക്കാറുണ്ട്. QT കുറച്ച് ടഫ് തന്നെയാണ്, എന്നാലും QTയേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നുണ്ട്. ഓക്കെ, അതിനുള്ള ആദ്യത്തെ ഒരു കാര്യം, essay 4 ചോദ്യങ്ങളിൽ 2 തിയറിയും 2 പ്രോബ്ലം ആണ് വരുന്നത്. അത് പലപ്പോഴും മാറി മാറി വരുന്ന, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം 8 essay അടുത്ത പ്രാവശ്യം ഇടുന്നില്ല. ദെൻ കോമൺ ആയിട്ട് ഒരു essay എപ്പോഴും വരുന്നുണ്ട് താനും. ഓക്കെ, എന്നാലും കുറച്ചൊരു ടഫസ്റ്റ് പേപ്പറായിട്ട് വരാനുള്ള സാഹചര്യം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് കുറവാണ്. അത് പാർട്ട് എയിൽ തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, പാർട്ട് ബിയിലാണ് പിന്നെയും കുറച്ച് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പാർട്ട് എയും സിയും ഒക്കെ കുറച്ചൊന്ന് ഷഫിൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് കുട്ടികൾക്കത് കുറച്ചൊരു ടഫ് പേപ്പറായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോട്ട് പോകുമ്പോൾ ഈ ഒരു പേപ്പറാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. പിന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽ, ലേബർ, അല്ലേ, ഓവർ ഹെഡിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ കോസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെയാണ് നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് പഠിക്കാനുള്ള. സോ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം essay ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ഏതൊക്കെയാണ്. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. നമുക്ക് ബേസിക് ചാപ്റ്റർ ആയിട്ടുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തിയറി ചോദ്യം essay ആയിട്ട് എപ്പോഴും വരുന്നുണ്ട്. 2 മാർക്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ 5 മാർക്സ് ചോദ്യവും അതിൽ നിന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മൊഡ്യൂളാണ്, തിയറിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺട്രാക്ട് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ആണ്. ഈ 2 ടോപ്പിക്കിൽ നിന്ന് മാറി മാറി essay വരാറുണ്ട്. അപ്പോൾ പ്രോസസ്സും കോൺട്രാക്റ്റും, എസ്പെഷ്യലി കോൺട്രാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. essay 5 മാർക്ക്, 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ വളരെയധികം വരുന്നൊരു ചാപ്റ്ററാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് 1-2 വർഷങ്ങളായിട്ട് ഈ മെറ്റീരിയൽ, ലേബർ, ഇതിൽ നിന്നൊക്കെ തിയറി ചോദ്യങ്ങളും essay ആയിട്ട് അവർ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്ത് ഇടുന്നുണ്ടെന്നുള്ളത്. അത് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാണ്. സോ മൊഡ്യൂൾ നമ്പർ 1
ഏതെങ്കിലും ഒരു ചോദ്യം കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് 2 മാർക്കിൻ്റെ എപ്പോഴും വരുന്നുണ്ട്. നമ്പർ 1, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി എന്താണ്, കോസ്റ്റിംഗ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്. 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ എപ്പോഴും വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ അതിനുശേഷം ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചു വെക്കുക. ബേസിക്സിൽ നിന്ന് എപ്പോഴും വരുന്നതാണ് ഏതെങ്കിലും ഒരു ചോദ്യം. പിന്നെ ഇതിലുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നമ്മളെ ഡിഫറൻസ് ആണ്, നോക്കിക്കോളൂ. റിപ്പീറ്റ് ചോദ്യമല്ല, ഇതുവരെയായിട്ട് ഒരു 3 വർഷത്തെ പേപ്പറിൽ കണ്ടുവന്നിട്ടില്ല. ബട്ട് നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ഒന്ന് മാറിപ്പിടിക്കാൻ അവർ നോക്കുന്നുണ്ടെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യം, കോസ്റ്റ് യൂണിറ്റ് എന്താണ് പഠിക്കണം, കോസ്റ്റ് സെൻറ്റർ എന്താണ് പഠിക്കണം, പ്രോഫിറ്റ് സെൻറ്റർ എന്താണ് പഠിക്കണം. 2 മാർക്സിൻ്റെ ഇത് 3 മാറി മാറി വരുന്ന ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിലുള്ള ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവരുന്നുണ്ട്, നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 2 മാർക്സിൻ്റെ ഏതെങ്കിലും 1-2 ചോദ്യം അതിൽ നിന്ന് കിട്ടും. അതിൽ ഡിറക്റ്റ് കോസ്റ്റ് എന്താണ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, ദെൻ വാരിയബിൾ കോസ്റ്റ് എന്താണ്, ഫിക്സഡ് കോസ്റ്റ് എന്താണ്, സെമി വാരിയബിൾ കോസ്റ്റ് എന്താണ്, ഇതൊക്കെ മാറി മാറി വരുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് പല തരത്തിലുള്ള കോസ്റ്റിൽ ഏതെങ്കിലും 1-2 എക്സ്പെക്റ്റ് ചെയ്യാം. മെഷീൻ കോസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് തരത്തിലുള്ള കോസ്റ്റുകളിൽ ഏതെങ്കിലും 1-2 വരെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ടൈപ്സ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ഈ ഒരു ചോദ്യമാണ് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിച്ചാൽ 2 ഗുണങ്ങളുണ്ട്. എസ്സേക്കും പ്രതീക്ഷിക്കാം, ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് തിയറിയും പ്രതീക്ഷിക്കാം. ഇത് തന്നെയാണ് നമുക്ക് ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുള്ള. ജോബ് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, ദെൻ ടെർമിനൽ കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, പ്രോസസ്സ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇത് തന്നെയാണ് നമുക്ക് യൂണിഫോം കോസ്റ്റിംഗ്. ഇതാണ് നമുക്ക് ഓരോ ചാപ്റ്ററുകളായിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താണെന്നുള്ളതാണ് നമുക്ക് നമുക്കൊരു എസ്സേ ആയിട്ട് വന്നിട്ടുള്ളത്. നിർബന്ധമായും പഠിച്ചിരിക്കണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. സോ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിലത്തെ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ബേസായിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. കോസ്റ്റ് ഷീറ്റ് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് കോസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ലഭിക്കുള്ളൂ. ബട്ട് ഇതിൽ നിന്ന് ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഇട്ട് കണ്ടുവരുന്നത് വളരെ കുറവാണ്. ബട്ട് ഈ ഒരു ടോപ്പിക്ക് നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് വരും ടോപ്പിക്കുകളിൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഞാൻ പറഞ്ഞു തിയറി ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ടെക്നിക്സ്. പിന്നെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡറിങ് ബിഫോർ ദി ഇൻസ്റ്റലേഷൻ ഓഫ് എ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇതും എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ ദി ഇൻസ്റ്റലേഷൻ ഓഫ് എ കോസ്റ്റിംഗ് സിസ്റ്റം. കോസ്റ്റിംഗ് സിസ്റ്റം ഒരു സ്ഥാപനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊരു എസ്സേ ചോദിച്ചിട്ടുള്ള. പിന്നെ 2 വർഷത്തെ പേപ്പറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഏരിയയിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, കോസ്റ്റിംഗ്, കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിൽ ഏതെങ്കിലും 1-2 വരെ പ്രതീക്ഷിക്കാം. പിന്നെ ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പ്രതീക്ഷിക്കാം. കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ പ്രോബ്ലമായിട്ട് പഠിച്ചു വെക്കുക ബേസിന് വേണ്ടിയിട്ട്, അതല്ലാണ്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയലിൽ നിന്ന് അഗെയിൻ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. തിയറി ആയിട്ട് ഒരു പ്രാവശ്യം മെസ്സേജ് ഇട്ടിട്ടുണ്ട്, പ്രോബ്ലം ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്.
എസ് എ ആയിട്ടോ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. EOQ ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയലിൽ നമുക്ക് എന്താണ് ഡിറക്റ്റ് മെറ്റീരിയൽ, എന്താണ് ഇൻഡിറക്റ്റ് മെറ്റീരിയൽ, 2 മാർക്സിൻ്റെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട്, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം എസ് എ ചോദ്യമായിട്ടടക്കം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് പർച്ചേസിങ് കൺട്രോൾ ആൻഡ് പ്രൊസീജിയർ. അതൊരു പ്രാവശ്യം 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ, നോക്കി വയ്ക്കുക. റിപ്പീറ്റ് ചോദ്യമല്ല, ബട്ട് ഷഫിൾ ചെയ്തൊരു പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഓക്കെ, പ്രൊസീജിയർ. ദെൻ പിന്നെ ഇതിൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്ന് ഇൻസ്പെക്ഷൻ എന്താണ്, 2 മാർക്സ് ചോദ്യം. ദെൻ അതിനുശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ഡിഫറെൻറ്റ് ലെവൽസിലെ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. റീഓർഡർ ലെവൽ എന്താണ്, മിനിമം ലെവൽ എന്താണ്, ഡേഞ്ചർ ലെവൽ എന്താണ്, ഇതിലേതെങ്കിലും ഒരു ലെവല് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് തിയറി വരാറുണ്ട്. അത് മാത്രമല്ല പ്രോബ്ലം പ്രതീക്ഷിക്കാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം EOQ എന്താണ്, തിയറി വരാറുണ്ട്. EOQൻ്റെ പ്രോബ്ലം റിപ്പീറ്റാണ്, എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും EOQൻ്റെ പ്രോബ്ലം പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 മാർക്സിൻ്റെ ചോദ്യമാണ് പെർപ്പച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം, 2 മാർക്സ് ചോദ്യം. ദെൻ ABC അനാലിസിസ് എന്താണ്, 2 മാർക്സ് ചോദ്യം. ദെൻ സ്റ്റോഴ്സ് ലെഡ്ജറിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം 5 മാർക്കിൻ്റെയോ എസ് ആയിട്ട് വരാം. ഫിഫോ മെത്തേഡിലോ ലിഫോ മെത്തേഡിലോ. ദെൻ അതിനുശേഷം സിമ്പിൾ ആവറേജ്, വെയ്റ്റഡ് ആവറേജ്, ഇത് 4 മെത്തേഡിലും നിങ്ങൾ പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. 5 മാർക്കായിട്ടോ ഒരു പ്രാവശ്യം എസ് എക്കും ചോദിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ദെൻ അതിനുശേഷം പ്രോബ്ലത്തിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ EOQ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലെവൽസിൻ്റെ ചോദ്യങ്ങൾ, അതിൻ്റെ തിയറി, പിന്നെ പ്രോബ്ലത്തിലോട്ട് വരുന്ന സമയത്ത് സ്റ്റോഴ്സ് ലെഡ്ജറിൻ്റെ പ്രോബ്ലം, ഇത്രയാണ് നമ്മൾ മെറ്റീരിയലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ലേബർ ആണ്. ലേബറിൽ നിന്നും 2 മാർക്സ്, അതുപോലെ തന്നെ 5 മാർക്സ് ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിന് ഒരു പ്രാവശ്യം തിയറിയും ചോദിച്ചിട്ടുണ്ട് എസ് ആയിട്ട്. സോ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ കാണാൻ സാധിക്കും. അതിനുശേഷം ടൈം കീപ്പിംഗ് എന്താണ്, മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു എസ് ഐ ചോദ്യമാണ്. വാട്ട് ഈസ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്, അതിൻ്റെ മെത്തേഡ്സ്, ടൈം കീപ്പിംഗ് എന്താണ്, അതുപോലെ തന്നെ ടൈം ബുക്കിംഗ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് തിയറി ആയിട്ടുള്ളത് എസ് എക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ പഠിക്കുക, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരേ ഒരു പ്രാവശ്യമാണ് ചോദിച്ച് അവർ മാറ്റിപ്പിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. പിന്നെ 2 മാർക്സിൻ്റെ ചോദ്യം ഐഡിൽ ടൈം എന്താണ്, ദെൻ ഓവർ ടൈം എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനുശേഷം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോബ്ലത്തിൻ്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ടെയ്ലേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം, 5 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ടെയ്ലേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം ആണ്. അത് പഠിച്ചു വയ്ക്കുക. പിന്നെ ബോണസ് പ്ലാൻ്റെ പ്രോബ്ലം ആണ് വരുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഹാൽസേ, റോവൻ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ആ രീതിയിൽ അത് പഠിക്കുക. അപ്പോൾ നമുക്ക് ലേബറിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് ഈ ടൈം ബുക്കിംഗ് ആൻഡ് ടൈം കീപ്പിങ്ങിൻ്റെ തിയറി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ടെയ്ലറിൻ്റെ ആണ്. പിന്നെ ബോണസ് പ്ലാനിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ റോവൻ, അതുപോലെ തന്നെ ഹാൽസേ, ഇതൊക്കെയാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓവർ ഹെഡാണ്. സോ ഓവർ ഹെഡ് എന്താണ്, പിന്നെ അതിനുശേഷം സെമി വാരിയബിൾ ഓവർ ഹെഡ്, അതിൻ്റെയൊക്കെ തിയറി 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ദെൻ ഇതിൽ പ്രോബ്ലം ഓവർ ഹെഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറ്. പിന്നെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കി വയ്ക്കുക. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിൻ്റെ പ്രോബ്ലം നോക്കി വയ്ക്കുക. ഓവർ ഹെഡിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് ഒരു ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. 2018 സിലബസിലൊക്കെ എസ് എക്ക് വരുന്നൊരു
ടോപ്പിക്കായിരുന്നു ഓവർ ഹെഡ്. ബട്ട് ലാസ്റ്റ് 3 വർഷമായിട്ട് ഇതിൽ നിന്ന് എസ് ഇട്ടിട്ടില്ല. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു ലാസ്റ്റ് 3 വർഷങ്ങളായിട്ട് അവരിടുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കും മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം 5 മാർക്കിൻ്റെ. ദെൻ ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റിൻ്റെ പ്രോബ്ലം. ഇത് രണ്ടും മാറി മാറിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിന്. ഇതാണ് ഒരു പ്രാവശ്യം മാത്രം അത് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഒരു 2-3 വർഷമായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ആ മെയിൻ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അതൊക്കെ ഇല്ലേ, ആ പ്രോബ്ലം ചോദിക്കാണ്ട് ഈ പറയുന്ന മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം ആണ് വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഓവർ ഹെഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തിയറി, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്, പിന്നെ ഞാൻ പറഞ്ഞു മെഷീൻ അവർ റേറ്റിൻ്റെ പ്രോബ്ലം, ദെൻ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡും നമുക്ക് വരാറുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പ്രോസസ്സും കോൺട്രാക്റ്റും തന്നെയാണ്. യൂണിറ്റ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കുക, കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോബ്ലം നോക്കി വയ്ക്കുക. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രൈം കോസ്റ്റ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നോക്കാം. ദെൻ ജോബ് കോസ്റ്റിംഗ് എന്താണ്, തിയറിക്ക് മാത്രം 2 മാർക്കിൻ്റെ വരുന്നു, വേറൊന്നും വരാറില്ല. ദെൻ അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, പഠിച്ചു വയ്ക്കണം. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്താണ്, വർക്ക് സർട്ടിഫൈഡ് എന്താണ്, വർക്ക് അൺസർട്ടിഫൈഡ് എന്താണ്, റീടെൻഷൻ മണി എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. സബ് കോൺട്രാക്ട് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യം എസ്കലേഷൻ ക്ലോസ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ദെൻ സിമ്പിൾ ആയിട്ടുള്ള കോൺട്രാക്ട് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 മാർക്കിൻ്റെ പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ്, അതിൻ്റെ തിയറി ഉണ്ട്. എങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് 5 മാർക്കിൻ്റെ തിയറി ആയിട്ട് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഹാഫിനും 90 അല്ലെങ്കിൽ 2/3 ഇടയിലാണെങ്കിൽ എത്ര മാറ്റും, 1/4 താഴെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് മാറ്റും, അങ്ങനെ ഒരു 4-5 തിയറി ഇല്ലേ അതിൻ്റെ ഇക്വേഷൻസ്. സോ അത് നമുക്ക് 5 മാർക്കിൻ്റെ വന്നിട്ടുണ്ട്, നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. പിന്നെ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൽ നിന്ന് എസ്സേ ടോപ്പിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ദാറ്റ്സ് അബൌട്ട് കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്റ്റോ പ്രോസസ്സോ ഇതാണ് മാറി മാറി ഒരു എസ്സേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് പഠിക്കണം. അതിനുശേഷം നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ലോസ് എന്താണ്, അബ്നോർമൽ ഗെയിൻ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. ദെൻ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് 5 മാർക്കിൻ്റെ പ്രോബ്ലവും, അതല്ലെങ്കിൽ എസ്സേക്കും നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം. അബ്നോർമൽ ഗെയിൻ്റെ അക്കൗണ്ട് വരയ്ക്കാൻ വരാറുണ്ട്. ദെൻ അബ്നോർമൽ ഗെയിൻ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസ്, ദെൻ എന്താണ് നോർമൽ ലോസ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നെ പ്രോബ്ലം 5 മാർക്കിൻ്റെയും എസ്സേക്കും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ദാറ്റ്സ് അബൌട്ട് നമുക്ക് പ്രോസസ് കോസ്റ്റിങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ടോപ്പിക്ക്. നെക്സ്റ്റ് സർവീസ് കോസ്റ്റിംഗ് ആണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇതിൽ നിന്ന് നമുക്ക് 5 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. അതിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ നമുക്ക് എത്ര കിലോമീറ്റർ, ആബ്സല്യൂട്ട് 10 കിലോമീറ്റർ ആൻഡ് കൊമേഴ്ഷ്യൽ 10 കിലോമീറ്ററിൻ്റെ ഒരു പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്. ഈ ട്രക്ക് എടുത്തു, ഇത്ര ടൺ ലോഡ് ചെയ്ത്, ഇത്ര ട്രാവൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ട് റിപ്പീറ്റ് ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതാണ് മിക്കതും കണ്ടുവരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പാസഞ്ചർ എന്താണ് മൈൽ കിലോമീറ്ററോ അല്ലെങ്കിൽ മറ്റേ ആദ്യം പറഞ്ഞ 10 കിലോമീറ്ററോ അതിലേതെങ്കിലും ഒരു ചോദ്യം നമുക്ക് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ദാറ്റ്സ് അബൌട്ട് ആ ഒരു മൊഡ്യൂള്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5 കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് തിയറിയാണ് ലാസ്റ്റ് ഒരു 3 വർഷത്തെ പേപ്പറുകളിൽ കണ്ടുവരാറ്. അവസാനത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഒരു പ്രോബ്ലം എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവുകയാണെങ്കിൽ ബജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ് നമ്മുടെ ടോപ്പിക്ക്. ഇതിൽ നിന്നൊരു തിയറി, ബജറ്റ് എന്താണ്, അതിൽ ഫ്ലെക്സിബിൾ ബജറ്റ് എന്താണ്, മാസ്റ്റർ ബജറ്റ് എന്താണ്, ഫങ്ഷണൽ ബജറ്റ് എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 മാർക്കിൻ്റെ തിയറി ആയിട്ട് പ്രതീക്ഷിക്കാം. മിക്ക പേപ്പറുകളിലും കണ്ടുവരുന്നൊരു ടോപ്പിക്കാണ്. പിന്നെ ബജറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം തിയറിക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ബജറ്ററി കൺട്രോളോ അല്ലെങ്കിൽ ബജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ തിയറി നോക്കി വെക്കുക കേട്ടോ. 2 മാർക്കിൻ്റെ ഞാൻ പറഞ്ഞു ബജറ്റ്, മാസ്റ്റർ ബജറ്റ്, ഫ്ലെക്സിബിൾ ബജറ്റ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാഷ് ബജറ്റിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ക്യാഷ് ബജറ്റും ഫ്ലെക്സിബിൾ ബജറ്റും നിങ്ങൾക്ക് നോക്കി വയ്ക്കാം, വേണമെങ്കിൽ അത് മാറി മാറി എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ദെൻ സീറോ ബേസ്ഡ് ബജറ്റിംഗ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ വരുന്നത് തിയറി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. അതിൽ നിന്ന് തിയറി ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണ്, ഇതിൽ നിന്ന് തിയറി ചോദിച്ചിട്ടുള്ളത് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമുക്കൊരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡിൽ ബേസിക് സ്റ്റാൻഡേർഡ്, കറണ്ട് സ്റ്റാൻഡേർഡ്, ഐഡിയൽ സ്റ്റാൻഡേർഡ്, നോർമൽ സ്റ്റാൻഡേർഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരുന്നുണ്ട്. വാരിയൻസ് എന്താണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരുന്നുണ്ട്. പ്രോബ്ലം ഒന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന് ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് ഈ തിയറി ചോദ്യങ്ങൾ മാത്രമാണ്. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വാരിയൻസ് എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡിൽ ഏതെങ്കിലും ഒരെണ്ണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഏരിയാസ് ആണ് പറഞ്ഞത്. സോ നമുക്ക് നല്ല മാർക്സിലോട്ട് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ ലാസ്റ്റ് ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലുള്ളൊരു എക്സ്പ്ലനേഷനാണ് തന്നെ. ദെൻ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യത്തെ മൊഡ്യൂൾ, പിന്നെ മെറ്റീരിയലിലെ എന്താണ് പറയുക, ലിഫോ, ഫിഫോ, EOQ അതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ കോൺട്രാക്റ്റും പ്രോസസ്സൊക്കെ നോക്കാൻ സാധിക്കുമെങ്കിൽ അത് നോക്കുക. ഈ ഏരിയാസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും. ഇനി ഉറപ്പായും ഓരോ പാർട്ടിലും റിപ്പീറ്റായിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നമ്മുടെ സ്ഥാപനത്തിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. സോ അതിൽ ജോയിൻ ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.